ഡോക്ടർ എസ് ലാൽ കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ എസ് ലാൽ, ഞങ്ങളിപ്പോൾ തിരുനെൽവേലിയിലെ ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ അവിടുത്തെ പൊതു സാഹചര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയാണ്. വളരെ വ്യക്തമാണ്, ആരോപണം ഉയർന്നതിനേക്കാൾ അതിലും ഭീതിതമായ അവസ്ഥ അവിടെയുണ്ട്. ഒരു വലിയ പ്രദേശമാകെ, അതിൽ ഒരു പ്രദേശത്ത് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ പല കേന്ദ്രങ്ങൾ തിരുനെൽവേലി ജില്ലയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തലസ്ഥാനത്ത് ചില പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ബില്ലുകളടക്കം അവിടുന്ന് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടുന്ന് പോയ വേസ്റ്റ് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യമാണ്. RCC പറയുന്നു ഏജൻസിക്ക് ഞങ്ങൾ കൈമാറുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിയുന്നു. IMA പ്രതിനിധികൾ പറയുന്നു ഞങ്ങൾ ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈ കഴുകാൻ പറ്റുമോ ഈ ആരോപണത്തിൽ? ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. നമ്മൾ കേരളത്തിന് നാണം കെടുത്തുന്നതാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പോലും പരസ്പരം ജനങ്ങളെ തമ്മിലുള്ള ബന്ധത്തെ പോലും ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. അതിനകത്ത് യാതൊരു അത് ലഘൂകരിക്കാൻ പറ്റില്ല. രണ്ടാമത്, ഇതിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. ഇതിനകത്ത് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ മറന്നുപോകുന്നത് ഈ സ്വകാര്യ ആശുപത്രി, പ്രൈവറ്റ്, കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും സർക്കാരിന്റെ കീഴിൽ, സ്റ്റേറ്റിന്റെ കീഴിലാണ്. അപ്പൊ ആ സംവിധാനം വർക്ക് ചെയ്യാത്തതിന്റെ ഒരു ചരിത്രമുണ്ട്. പണ്ട് കോടതിയിൽ നിന്നൊരു ഒരു അൾട്ടിമേറ്റം വന്നായിരുന്നു. ഒരു കോടതി ലക്ഷ്യ കേസിലേക്ക് പോകാതിരിക്കണമെന്ന് സംസ്ഥാന ആശുപത്രി മാലിന്യ സംസ്കരണത്തിന് സംവിധാനം വേണമെന്ന് സർക്കാരിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെയാണ് ആ സമയത്താണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വന്നത്. ഇങ്ങനെ അവർക്കിനകത്ത് യാതൊരു കപ്പാസിറ്റി ഇല്ല. പക്ഷെ ആശുപത്രികളെയും ഗവൺമെന്റിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് IMA ഇറങ്ങി തിരിച്ചാണ്. അവരൊരു വിഷയം പഠിച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ന്യൂസ് 8ന്റെ ചർച്ച 2-3 ദിവസം മുമ്പ് ഞാൻ IMAക്കാർക്കൊപ്പം ഉണ്ടായിരുന്നു. എനിക്കറിയുന്ന വിഷയമാണത്. അപ്പോൾ IMA ചെയ്യുന്നത് ഈ ജൈവ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ കൊണ്ടെത്തിച്ച് അത് കൃത്യമായി സംസ്കരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു പരാതി. അത് ചെയ്യുന്ന സ്ഥലത്തെ ജനങ്ങളുടെ പരിഭവങ്ങളല്ലാതെ അത് കൃത്യമായി 75 വാഹനം IMA തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് 40% ആശുപത്രിനകത്ത് ചേർന്നിട്ടില്ല. ആലോചിച്ചു, സർക്കാർ ആശുപത്രിയുടെയും പ്രൈവറ്റ് ആശുപത്രിയുടെയും മാലിന്യങ്ങൾ IMA ആണ് നോക്കുന്നത്. അക്കാര്യത്തിൽ അതൊരു നല്ലൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലാണ്, PPP മോഡലാണ്. ഇതിനകത്ത് സർക്കാർ ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രികളും കുറേ ചേരുമ്പോൾ കുറച്ച് ആശുപത്രികൾ മാറി നിൽക്കുന്നത് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെയാണല്ലോ ഗവൺമെന്റ് എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മറ്റ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ നടപ്പിലാക്കുന്നതിനകത്തൊരു ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. അതിന് ഗവൺമെന്റ് കൈയൊഴിയാൻ പറ്റില്ല. ഈ കേരളത്തിലെ ഇപ്പൊ ഓട്ടോറിക്ഷയും ടാക്സി ടാക്സികളും എല്ലാം സ്വകാര്യമുണ്ട്. പക്ഷെ സർക്കാരിന് നിയന്ത്രണത്തില്ലേ, അവർക്ക് ഇഷ്ടമുള്ള ചാർജ് ഈടാക്കാൻ പറ്റും. അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. സ്വകാര്യ ആശുപത്രികളും അങ്ങനെയാണ്, സർക്കാരിന്റെ കീഴിലാണ് ഇതെല്ലാം. അപ്പൊ അതിനകത്ത് അപ്പൊ നമ്മുടെ പുതിയ നമ്മുടെ പൊതുജനാരോഗ്യ ബില്ലൊക്കെ വായിച്ചു നോക്കിയാലും അറിയാം. അപ്പൊ സർക്കാർ സ്കൂളും പ്രൈവറ്റ് സ്കൂളും തമ്മിൽ സിലബസിൽ വ്യത്യാസം പറ്റും. പ്രൈവറ്റുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പഠിപ്പിക്കാൻ പറ്റും, സർക്കാരിന്റെ നിയന്ത്രണത്തിൽ. അതുപോലെയാണ് കേരളത്തിലെ ഓരോ ക്ലിനിക്കും ഓരോ ആശുപത്രി എല്ലാവരും ഡോക്ടർമാർ, ഞാനുൾപ്പെടെ ഉള്ള ഒരു മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർക്കാരിന്റെ കണ്ണിലുള്ളവരാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് സർക്കാർ ഉത്തരവാദിത്വം പ്രധാനമാണ്. സർക്കാരിനെ നിയന്ത്രിക്കാനും പറ്റും. നമ്മൾ ഏത് കാര്യം വന്നാലും ഏത് മേഖലയിലും ആളുടെ നിയമങ്ങളിലേക്ക്. ഡോക്ടർ ഒരു അറിവിലേക്ക് വയ്ക്കുക, നമുക്ക് ഈ മാലിന്യ സംസ്കരണ സംവിധാനം സർക്കാർ നിയന്ത്രണത്തിൽ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഈ ബയോ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു കൃത്യമായ ഫലവത്തായ ഒരു സർക്കാർ നിയന്ത്രണ സംവിധാനം ഇപ്പോൾ കേരളത്തിലില്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. ഇല്ല, IMA ഗവൺമെന്റിനെ കൂടെ സഹായിക്കും. സർക്കാർ ആശുപത്രികളെ മാലിന്യങ്ങളും കൂടി അത് നല്ലതാണ്. എല്ലാം ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ ഓട്ടോറിക്ഷയും ടാക്സിയും ഉള്ളത്. ഗവൺമെന്റ് എല്ലാ ഇടവഴിയിലേക്കും വണ്ടി വിടാൻ പറ്റില്ല. അപ്പൊ സ്വകാര്യ മേഖല റിയാലിറ്റിയാണ്. പക്ഷെ അവർ റെഗുലേറ്റ് ചെയ്യണം. അപ്പൊ അവർ ഉറപ്പാക്കണം. സർക്കാരിന് ഇപ്പൊ ആരോഗ്യമന്ത്രി പോയി സർട്ടിഫിക്കറ്റ് നോക്കണമെന്നില്ല. അതിന്റെ സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റംസ് ആണ് കേരളത്തിൽ കുറെ നാട്ട് വർക്ക് ചെയ്യാത്തത്. അവിടെയാണ് പ്രശ്നം. നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും ഒരു പിഴവ് വന്നിട്ടുണ്ട്. അത് ഈ നമ്മൾ ഓടി നടന്ന് ഉദ്ഘാടനവും ഒരു മാസ്ക് ഇട്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഇടിച്ചു കയറുന്ന മന്ത്രി, ഇതൊന്നും അല്ല കേരളത്തിൽ വേണ്ടത്. ചില സംവിധാനങ്ങൾ വർക്കണം. മന്ത്രിമാർ വരും പോവും, അവരൊന്നും സ്ഥിര സംവിധാനമല്ല. ആരോഗ്യ വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥരും ഇടപെടാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഒരു സംവിധാനം. കേരളത്തിലെ ഏറ്റവും നല്ല ആരോഗ്യവകുപ്പായതും ഏറ്റവും നല്ല ആരോഗ്യം ഉണ്ടായാലും ഒരു കാരണം അതും കൂടെയാണ്. ഇപ്പൊ അത് മാറിപ്പോയി. സർക്കാർ ഉദ്യോഗസ്ഥ ആരോഗ്യ ഡയറക്ടർ ആരും നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. ആരെന്ന് പോലും പറയുന്നത്. എന്തിനാണ് ഈ മന്ത്രിക്ക് പൊളിറ്റിക്കൽ ഡിസിഷൻസ് പറയാം. ഏത് മന്ത്രി, ഏത് പാർട്ടിയായാലും, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. മന്ത്രിമാർ പൊളിറ്റിക്കൽ ഡിസിഷൻ പറയാം. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് ആരോഗ്യ ഡയറക്ടറാണ് പറയുന്നത്. അവർക്കറിയാം എന്താ പറയേണ്ടത്. ഒരുപാട് അഡീഷണൽ ഡയറക്ടർമാരുണ്ട്, അവർക്കറിയാം. അവരെയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് മന്ത്രിമാർ ഒൺമാൻ ഷോ ആയിട്ട് ആരോഗ്യവകുപ്പിനെ നിയന്ത്രിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. പൊളിറ്റിക്കൽ കാര്യങ്ങൾ. ഡോക്ടർ, നമ്മൾ രാഷ്ട്രീയ തർക്കത്തിനും അപ്പുറത്തേക്ക് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചുകൊണ്ട്, അതായത് തിരുനെൽവേലി തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 150 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു സ്ഥലമാണ്. IMAയുടെ നിയന്ത്രണത്തിലുള്ള ഇമേജ് സംവിധാനത്തിന്റെ ഇമേജ് ഏജൻസിയുടെ മാലിന്യ പ്ലാന്റ് പാലക്കാടാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തിരുനെൽവേലിയേക്കാൾ ദൂരെ കൂടുതലുണ്ട് പാലക്കാടേക്ക് മാലിന്യം കൊണ്ടുപോകുമ്പോൾ.
അതുകൊണ്ട് അടുത്തുള്ള ഒരു തുറസായ സ്ഥലത്ത് ശല്യമില്ലാത്ത ഒരിടത്ത് കൊണ്ട് ഡംപ് ചെയ്യുക എന്നൊരു ഏജൻസി തീരുമാനിക്കാൻ അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ സമീപ പ്രദേശത്ത് ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം ഇല്ലാതെ പോകുന്നത് കൂടി കൊണ്ടാണോ? അതാണോ ഇതിലേക്ക് വഴിവെക്കുന്ന ഒരു ഘടകം കൂടി അതായി മാറുന്നുണ്ടോ? പ്രധാന കാരണമാണ്. ഇപ്പൊ മൂന്നാമത് ഒരെണ്ണം തുടങ്ങാനായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇളകിയിട്ടുണ്ട്. ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടുത്തെ വിളപ്പിൽശാല വേസ്റ്റ് കൊണ്ടിട്ടിട്ട് നാട്ടുകാർ വീട്ടിൽ മുറ്റത്ത് എല്ലാ വൃത്തികെട്ട സാധനങ്ങൾ എത്തുന്ന രീതിയിലേക്കാണ് ജനങ്ങളുടെ അനുഭവം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം. അപ്പൊ എളുപ്പമല്ല, ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ വഴിയുള്ളൂ. മാത്രമല്ല, ഈ ആശുപത്രികളിൽ, വലിയ വലിയ ആശുപത്രികളിൽ ആ പ്രദേശത്ത് അവർ ആശുപത്രി സംവിധാനങ്ങൾ വേണം അവിടെ തന്നെ സംസ്കരിക്കാനായിട്ട്. നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നത് ഈ കേരളത്തിലുള്ള മുഴുവൻ സാധനങ്ങളും പാലക്കാട്ട് കൊണ്ടുപോകുന്നത് എക്കാലത്തേക്കും ഫീസിബിൾ അല്ല. അപ്പൊ ആശുപത്രികളിൽ ഭാഗികമായിട്ടെങ്കിലും സംസ്കരിക്കുന്ന രീതിയിലേക്ക് ആശുപത്രികൾക്ക് അതിന്റെ ഉത്തരവാദിത്വം വേണം. പ്രത്യേകിച്ച് വലിയ ആശുപത്രികൾ. ഇപ്പൊ നമുക്ക് വലിയ കെട്ടിടം കെട്ടിക്കഴിഞ്ഞാൽ ചുറ്റും ഫയർഫോഴ്സ് പോകുന്ന രീതിയിലേ കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലത്തെ നിയമങ്ങളും വരികയും ഉള്ളതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതൊന്ന്. രണ്ടാമത്, സർക്കാർ സംവിധാനം ഇതിന് പകരം വെക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ കൈക്കൂലിയും സകലതും പോയി അതിനകത്ത് പിന്നെ അസനവും നടക്കില്ല. അപ്പൊ സർക്കാർ സംവിധാനങ്ങൾ വേണം. സർക്കാർ നിയന്ത്രണമാണ്. ഉള്ളതിനെ സർക്കാർ നിയന്ത്രിക്കുക, അതിനകത്ത് ഉറപ്പുവെക്കും. പിന്നെ മുഴുവൻ ആശുപത്രികളും ഈ സംസ്കരണത്തിനുള്ള ഏജൻസിയുമായിട്ട് സഹകരിക്കുന്നത് ഗവൺമെന്റ് ഉറപ്പുവരുത്തണം. അതിന് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട്. ഒരു സിനിമാ ശാലയില് മൂത്രപ്പുര മോശമാണെങ്കിൽ സിനിമാ തിയേറ്ററിന്റെ ലൈസൻസ് പൂട്ടിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തുണ്ട്. ആലോചിച്ച് നോക്കണം. ഇത്തരത്തിലുള്ള സംവിധാനം നാട്ടിലുണ്ട്, പ്രവർത്തിക്കാം. അപ്പൊ അത് പിന്നെ IMA കാര്യം വീണ്ടും പറയുമ്പോൾ IMAയുടെ കൂടെ വേറെ ഏജൻസിയുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇതിനൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ രജിസ്റ്റേഡ് അല്ലാത്ത ആരൊക്കെ ഏതൊക്കെ പ്രൈവറ്റ് ആശുപത്രികളെ, ഇപ്പൊ ഒരു പ്രൈവറ്റ് ആശുപത്രി നടത്തുന്ന ഒരാൾ ഞാൻ ഇതിന്റെ ഏജൻസിയാണെന്ന് പറഞ്ഞ് കാർഡും ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇയാളെ പോയി ഇയാളെ എവിടെ ചെന്ന് പരിശോധിക്കാൻ പറ്റണമെന്നില്ല. പ്രായോഗികമായ വിഷയം ഞാൻ പറയുന്നത്. ഇതിനകത്ത് ന്യായീകരണമൊന്നുമില്ല, നമ്മൾ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഒരു ഏജൻസി വന്ന് എല്ലാം കൊണ്ടുപോകുമ്പോൾ ഇവർ എവിടെ കൊണ്ട് കളയുന്നത് ആശുപത്രിക്കാർക്ക് അറിയാൻ പറ്റാത്തൊരു സിസ്റ്റം ഉണ്ട്, രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഇടപെടലും. ഈ പറയുന്ന ഒരു ആരോഗ്യവകുപ്പും മറ്റ് വകുപ്പുകളും ഒക്കെ അറിയണം ഇവരെവിടെ കൊണ്ടുപോകും. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 40% ആശുപത്രികൾ ഈ IMAയുടെ ഈ മാലിന്യ നീക്ക സംവിധാനത്തിന്റെ ഭാഗമായിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നിലവിൽ ഈ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി തന്നെ പ്രാഥമികമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാവണം. അത് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കണം, അല്ലേ? രണ്ട് മിനിറ്റ്. ഒന്ന്, ഈ എല്ലാ ആശുപത്രികളും മാലിന്യ സംസ്കരണത്തിന് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏജൻസികളിൽ ബന്ധപ്പെട്ടിരിക്കണം. അൾട്ടിമേറ്റം കൊടുക്കണം, ഇത്ര ദിവസത്തിനകത്ത് ചെയ്തിരിക്കണം. അത് കൃത്യമായിട്ട് വരണം. രണ്ടാമത്, ആശുപത്രികൾ ഉള്ളതും പുതിയ ആശുപത്രികൾക്ക് മാലിന്യത്തിന് അവിടെ സംസ്കരിക്കാവുന്ന സംവിധാനങ്ങൾ ഇപ്പൊ നമ്മൾ വീടുകളിൽ പറയുന്നില്ല, വീട്ടിലെ അതുപോലത്തെ സംവിധാനം ആശുപത്രികൾക്കും വരണം. ഇതായത് പ്രായോഗികമാകും. എന്തായാലും വളരെ നന്ദി ഡോക്ടർ SS ലാൽ. അജിത് ഹരിദാസ്, മുൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ കൂടി നമുക്കിപ്പം ചേരുന്നതാണ്. സർ, ഈ സംസ്ഥാനത്ത് കേരളം മാലിന്യ സംസ്കരണത്തിന് പലപ്പോഴും മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്ക് പല മാതൃകകളും കാട്ടാനുണ്ടാവാം, ചില വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും. പക്ഷേ സ്വന്തം അയൽപ്പക്കത്തേക്ക് കൊണ്ടുപോയി, സ്വന്തം അയൽ സംസ്ഥാനത്തെ ഇടത്തേക്ക് കൊണ്ടുപോയി മാലിന്യം തള്ളി എന്ന പഴി കേൾക്കേണ്ട ഒരു ഗതികേടിൽ കേരളം മാറി ഇപ്പോൾ. എത്ര ഗുരുതരമായ ഒരു വലിയ പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ വൈകിയത്? നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയല്ല. കേരളം ഈ രാജ്യത്തിന്റെ മുൻപന്തിയിലല്ല മാലിന്യ സംസ്കരണത്തിൽ. ഇവരുടെ സർവേ പ്രകാരം, സ്വച്ഛ് സർവേഷൻ സർവേ പ്രകാരം കേരളം ഏറ്റവും പിറകിൽ കിടക്കുന്ന വലിയ സംസ്ഥാനമാണ്. ഇതിന്റെ പിറകിൽ വടക്ക് കിഴക്കൻ ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിന്റെ പിറകിൽ. കേരളം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമാണ്. മാത്രമല്ല, ഈ ഇതിൽ പറയുന്ന ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലും എല്ലാ വലിയ നഗരങ്ങളും മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കണം. സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സ്ഥലം എടുക്കുന്നതാണ് ആദ്യ നടപടി. ആ നടപടി പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ബോഡീസ് അല്ല ചെയ്യുന്നത്. ഇത് ഇവിടെ എല്ലാ വർഷവും പെയ്യുന്ന മഴയാണ് ചെയ്യുന്നത്. മഴയത്ത്
ഒലിച്ച് കനാൽ വഴിയും നദികൾ വഴിയും അറബിക്കടലിലേക്ക് എത്തുന്നു. അല്ല എന്നുണ്ടെങ്കിൽ കേരളം ഒരു മാലിന്യ കൂമ്പാരമായി മാറിയേനെ. കാര്യം ആധുനിക മാലിന്യ സംസ്കരണം ഇവിടെ നടപ്പാക്കുന്നതേ ഇല്ല. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അത് എല്ലാ 100 കിലോമീറ്ററിനകത്തും ഒരെണ്ണം വെച്ച് സ്ഥാപിക്കേണ്ടതാണ്. പക്ഷേ അത് ചെയ്തിട്ടില്ല. മാത്രമല്ല നിയമത്തിൽ പറയുന്നത് ഒരു ആശുപത്രിയിൽ നിന്നുള്ള വേസ്റ്റ് 24 മണിക്കൂറിനകം ഈ പറയുന്ന ഫെസിലിറ്റിയിൽ എത്തുകയും അവിടെ വെച്ച് 1000 ഡിഗ്രി 1050 ഡിഗ്രി ചൂടിൽ അത് ഇല്ലാതാക്കുകയും വേണം എന്നാണ്. ഇതൊന്നും ഇവിടെ ചെയ്യുന്നതേ ഇല്ല. അതിന് പകരം നമ്മൾ പല കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കുന്നു. അവര് അനധികൃതമായി കാടുകളിലും അന്യസംസ്ഥാനമായ തമിഴ്നാട്ടിലും കൊണ്ടുപോയി അത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇതിൽ കർശനമായ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അത് എടുക്കാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതി ഇപ്പം സംജാതമാണ്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. സാറേ, ഒരു കാര്യം, ഇന്ന് ഞങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത് ഞങ്ങൾ തിരുനെൽവേലി ഈ വിഷയത്ത് ഞങ്ങളുടെ ഒരു മാധ്യമ സംഘം തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ തലസ്ഥാന നഗരത്തിലെ വേസ്റ്റുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് എന്ന കാര്യം, ആ ആക്ഷേപം കൃത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഒന്ന്. രണ്ടാമത്തെ, ഈ RCC ഞങ്ങളോട് പറയുന്നത് ഇത് ഞങ്ങൾക്കൊരു ഏജൻസിക്ക് കൈമാറി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയുന്നു. IMAയും പറയുന്നു മറ്റൊരു ഏജൻസിയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നു. അത്തരം സംവിധാനങ്ങൾ ഇത് പറയുമ്പോഴും എൻ്റെ ചോദ്യം, സംസ്ഥാനത്തെ മാലിന്യം അത് എന്ത് തരം മാലിന്യമായാലെങ്കിലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിഷ്കർഷിക്കുന്ന ഒരു സംവിധാനം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നൊരു സ്ഥാപനമുണ്ട് നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണ സംവിധാനങ്ങളുടെ കണ്ണിലൂടെ ഒന്നും ഇത് പെടാതെ പോകുന്നത്? അയൽ സംസ്ഥാനത്ത് ചവറ് കൊണ്ടേയിട്ടു അല്ലെങ്കിൽ ഗുരുതരമായ ഈ ബയോവേസ്റ്റ് കൊണ്ടേയിട്ടു എന്ന ഒരു പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് നമ്മുടെ സംവിധാനങ്ങളുടെ പരാജയമല്ലേ? പൂർണ്ണ പരാജയമാണ്. സംസ്ഥാന മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ ചുമതല എന്ന് പറയുന്നത് നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. ഇത് മാലിന്യ സംസ്കരണം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം അത് മാലിന്യം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്. അത് ആശുപത്രിയാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗാർഹിക മാലിന്യമാണെന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. ഇത് മാലിന്യ നിയന്ത്രണ ബോർഡ് എന്ന് പറയുന്നത് റെഗുലേറ്ററി ബോഡിയാണ്. ഇവർ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൊള്യൂട്ടർ മസ്റ്റ് ഡു ദി പൊല്യൂഷൻ കൺട്രോൾ ഓൾസോ. അപ്പം ഈ പൊള്യൂട്ടർ നിയമം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുകളിൽ നടപടിയെടുക്കേണ്ട ചുമതലയാണ് ബോർഡിനുള്ളത്. പക്ഷേ നടപടിയെടുക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് രാഷ്ട്രീയപരമാണ്. നമുക്ക് സംസ്ഥാനത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പല പ്രവർത്തനങ്ങളും രാഷ്ട്രീയപരമായ നിയന്ത്രണങ്ങളിൽപ്പെട്ട് നിലച്ചു പോകുന്നു എന്ന ആക്ഷേപം മുമ്പും പഴികേട്ടിട്ടുള്ളതാണ്. അങ്ങ് തന്നെ നേരത്തെ അതാണ് ഞാനും പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് അവർക്ക് അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയായി മാറിയേക്കാണ്. യെസ്, അതാണ് താങ്കൾ സൂചിപ്പിക്കുന്ന പോലെയാണ്. എന്തായാലും വളരെ നന്ദി അജിത് ഹരിദാസ് പ്രതികരിച്ചതിന്. സംസ്ഥാനത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? അയൽ സംസ്ഥാനത്ത് മാലിന്യം കൊണ്ടിട്ടതിന്റെ പഴി കേൾക്കേണ്ടി വരുന്ന മലയാളിക്ക് ഇതിന്റെ വീഴ്ച സംഭവിച്ചത് ആരെ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് അധികൃതർ തയ്യാറാവുന്നില്ല? RCCയും അല്ലെങ്കിൽ മറ്റ് IMA പോലെയുള്ള ആ ഏജൻസികളും കൈകഴുകുമ്പോൾ സർക്കാരും എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. എങ്ങനെ കേരളത്തിന്റെ മാലിന്യം അതിർത്തി കടക്കുന്നു? ന്യൂസ് 18 വിശദമായി തന്നെ വീണ്ടും പരിശോധിക്കും.